Hi dear students, നമ്മുടെ GIB that is ഈ വരുന്ന 29th നടക്കുന്ന GIBക്ക് എല്ലാവരും സെറ്റായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ ഈ വരുന്ന GIBയിലെ രജിസ്ട്രേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ബാക്കിയുള്ള പ്രോസസ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് വെന്യൂ ഒക്കെ പെടുന്നതോടെ തന്നെ അനൗൺസ് ചെയ്യും നമ്മുടെ ചാനലിലൂടെ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ ശരിക്കും നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് റിവിഷനിലേക്കുള്ള പരിപാടികളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ നടത്തുക? ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൺസെപ്റ്റ്സുകൾ ഇപ്പം മഗപ്പ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും സമയമില്ല. ഇനി നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ നമുക്കിപ്പോൾ ഫിസിക്സിൽ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള 4 ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇലക്ട്രോസ്റ്റാറ്റിക്സും കറണ്ട് ഇലക്ട്രിസിറ്റിയും അതേപോലെ മൂവിങ് ചാർജസുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ക്യുമുലേറ്റീവ് ആയിട്ട് നിങ്ങൾ ഒരുപാട് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിലെ പോർഷൻസ് നിലവിൽ നിങ്ങളുടെ കയ്യിൽ ഒന്നെങ്കിൽ മൈൻഡ് മാപ്പ് രൂപത്തിൽ ഷോർട്ടായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഓരോ ചാപ്റ്റേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇക്വേഷൻ ബുക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതാണ് നിങ്ങളെ ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡിയിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നെങ്കിൽ മൈൻഡ് മാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈൻഡ് മാപ്സ് റെഫർ ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ ഇക്വേഷൻ ബുക്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെഫർ ചെയ്യാം. ഇത് രണ്ടും പ്രിപ്പയർ ചെയ്യാത്തവരാണെങ്കിൽ യു ഷുഡ് ഗോ ഫോർ സ്ലൈഡ്സ്. അപ്പൊ നിങ്ങളുടെ എല്ലാ ദിവസങ്ങളിലെയും ഇപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളൊരു ഫിസിക്സിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നമുക്കൊരു 2 ചാപ്റ്റേഴ്സ് എടുത്താൽ ഇപ്പൊ ഞാനിപ്പോ നാളെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ 2 ചാപ്റ്റേഴ്സ് ഇരിക്കാൻ പോവാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് ആദ്യത്തെ ഒരു ഹാഫ് ആൻ അവർ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ചാപ്റ്ററിലെ കൺസെപ്റ്റ്സ് ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്യുക. നിങ്ങൾ പഠിച്ച കൺസെപ്റ്റുകൾ ഒന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു സമയമാണ് ശരിക്കും ഈ ആദ്യത്തെ അരമണിക്കൂർ. ഒരു ചാപ്റ്ററിന് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എക്സ്റ്റെൻഡ് ആയി പോവുകയാണെങ്കിലും അത് മനസ്സിലാക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ആ സമയം അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ മൊത്തത്തിൽ ഒരു 45 മിനിറ്റ്സിൽ നിങ്ങൾ ആ 2 ചാപ്റ്റേഴ്സിനെയും കൺസെപ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ആപ്പിലേക്ക് പോവുക. ആപ്പിലാണ് നിങ്ങളുടെ ചോദ്യം ചെയ്യാനുള്ള ലൈബ്രറി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ആപ്പിൽ നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ നിങ്ങൾ പഠിച്ച പോർഷൻസ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ നടത്തിയിട്ടുള്ള വീക്ക്ലി ടെസ്റ്റുകളോ ഈ പറഞ്ഞ പോലെ ചാപ്റ്റർ വൈസ് എക്സാമുകളോ നിങ്ങൾക്ക് ഒന്ന് റീ അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം ഒരു ഗ്രാൻഡ് ടെസ്റ്റും അറ്റൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഗ്രാൻഡ് ടെസ്റ്റിൽ നിങ്ങൾക്ക് മിക്സഡ് ആയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലെ സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഫിസിക്സിന്റെ കൂടെ ബാക്കി 2 സബ്ജക്റ്റുകളും പഠിക്കണമല്ലോ. ഈ അവസാന നിമിഷങ്ങളിൽ എപ്പോഴും ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ ഷോർട്ട് പോയിന്റ്സ് വായിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിന്റെ കൂടെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തതിന് മുമ്പ് അറ്റംപ്റ്റ് ചെയ്തിട്ട് എക്സാമുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റീ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ലൈബ്രറിയിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. അപ്പൊ അങ്ങനെയായിരിക്കണം സ്ട്രാറ്റജി. അങ്ങനെ സ്ട്രാറ്റജീസ് ചെയ്യുമ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പൊ ഞാനിപ്പോൾ ഒരു 45 മിനിറ്റ്സ് എടുത്തിട്ട് 2 ചാപ്റ്റേഴ്സിന്റെ കൺസെപ്റ്റുകൾ റീഡ് ഔട്ട് ചെയ്തെങ്കിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമാണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്പാൻഡ് ആയി പോകാം. ഫോർ എക്സാമ്പിൾ ബയോളജി ആണെങ്കിൽ നിങ്ങൾക്ക് അത്രയും സമയം വേണ്ടി വരില്ല. കെമിസ്ട്രിയും നിലവിൽ അത്രയും സമയം വേണ്ടി വരുന്നില്ല, നിങ്ങൾക്ക് ഫിസിക്സിന് തന്നെ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. മാത്സിന് ഒരുപാട് സമയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഫിസിക്സിന് നിങ്ങളിപ്പം 45 മിനിറ്റ്സ് എടുത്ത് 2 ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്തെങ്കിൽ അതിനുശേഷമുള്ള ഒരു 2 hours നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. അതിനുശേഷം ഇപ്പോൾ വൈകുന്നേരം ഞാനൊരു 5 മണിക്ക് ഇരുന്നാൽ ഒരു 5 to 5:45 വരെ ഞാൻ ആ ചാപ്റ്ററിന്റെ കൺസെപ്റ്റ്സ് റിവൈസ് ചെയ്തു. അതിനുശേഷം ഞാൻ ചോദ്യങ്ങൾ പയ്യെ ചെയ്ത് തുടങ്ങുകയാണ്. അപ്പൊ ചെയ്തു തുടങ്ങുന്ന രീതി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ചോദ്യം ചെയ്യുന്നു, ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് ആൻസർ കിട്ടിയില്ലെങ്കിൽ ഒന്നെങ്കിൽ ഒരു 5 ചോദ്യങ്ങൾക്ക് ശേഷം ചെയ്ത് പോയിട്ട് അടുത്ത അതിന്റെ ആ 5 ചോദ്യത്തിന്റെ സൊല്യൂഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 10 ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ ചോദ്യങ്ങൾ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് അതൊന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും പ്രശ്നം ലാസ്റ്റ് മിനിറ്റ് സമയത്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ആ സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ കൺസെപ്റ്റ്സ് റീഡ് ഔട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വായിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ അവസാനം ഉള്ള ദിവസങ്ങൾ കൂടുതലും ബയോളജിയിലൊക്കെ ഫോക്കസ് ചെയ്ത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ഒരു നീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ബയോളജി ഫോക്കസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ JEE ആണെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾക്ക് അത് മാറ്റി വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു എക്സാം ടൈമിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറബിൾ ആകുന്ന രീതിയിലുള്ള സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുക. അത് നിങ്ങൾക്ക് ആ ഒരു ടെസ്റ്റാണ് ശരിക്കും നിങ്ങൾ ഈ പരീക്ഷയിലൂടെ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പുണ്ടാകുന്ന ഈ ഗ്രാൻഡ് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ഒരു ടൈം മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള പോയിന്റുകളൊക്കെ നോക്കുക. ലാസ്റ്റ് മിനിറ്റ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക, റിവൈസ് ചെയ്യുക. മൊത്തം കൺസെപ്റ്റുകൾ നോക്കി വീഡിയോ ക്ലാസ്സുകൾ കാണാതിരിക്കാൻ ശ്രമിക്കുക. GIB എക്സാം അടിപൊളിയാക്കുക. നമുക്ക് റിസൾട്ടൊക്കെ നല്ല സൂപ്പർ ആക്കണം. സോ ഓൾ ദി വെരി ബെസ്റ്റ്. സീ യു സൂൺ.